Hey guys, welcome back to NK. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡിലൻ ഫുട്ബോൾ CC അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സോ അതിനോട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റേഷ്യോയിൽ ഇതേപോലെ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിലേക്ക് വന്ന ശേഷം ഇതുപോലെ ഒരു ഫോട്ടോ, ഒരു ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ എന്ത് വീഡിയോ ആണ് ചെയ്യുന്നത് ആ ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്ടാങ്കിൾ ആഡ് ചെയ്യുക, നമ്മൾ ഫിൽ സ്ക്രീൻ കൊടുക്കുക. ദെൻ എഫക്ട്സ്, ആഡ് എഫക്ട്സ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ ആഡ് ചെയ്യുക. സോ നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത ശേഷം നമ്മൾ അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക, കളർ ആൻഡ് ലൈറ്റിൽ വരിക. നമ്മൾ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ്, അതുപോലെ എക്സ്പോഷർ, സാച്ചുറേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റത്തെ ലെയറിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ക്ലിപ്പിന് ആവശ്യമായ ഒരു ബ്രൈറ്റ്നസ് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു 8ലേക്കൊക്കെ സെറ്റ് ചെയ്യണം, ഒരു 10ൽ താഴെ സെറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ ക്ലിപ്പിൽ അത്യാവശ്യം ബ്രൈറ്റ്നസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 10 വരെ ഒന്നും പോകേണ്ട, ഒരു 1-2 ആ റേഞ്ചിൽ സെറ്റ് ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യുക, കോൺട്രാസ്റ്റിലേക്ക് വരിക, കോൺട്രാസ്റ്റ് ഒരു 9ലേക്കാക്കി ഇതേപോലെ സെറ്റ് ചെയ്യുക. സോ ഇത് രണ്ടും നിങ്ങളെ ക്ലിപ്പിനനുസരിച്ച് സെറ്റ് ചെയ്യുക. അതായത് ഓൾറെഡി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ക്ലിപ്പാണെങ്കിൽ അതിനനുസരിച്ച് മാത്രം സെറ്റ് ചെയ്യുക. നമ്മൾ എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക, കളർ ആൻഡ് ലൈറ്റിൽ വരിക. ഇവിടെ നമുക്ക് ഗ്രേഡിയന്റ് ഓവർലേ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, മീൻസ് എഫക്റ്റ് ഉണ്ട്, അത് ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ കളർ 1 വന്ന് നമ്മൾ എന്ത് ചെയ്യുക, വൈറ്റ് ആക്കി കൊടുക്കുക. കളർ 2 വന്ന് നമ്മൾ ബ്ലാക്ക് ആക്കി കൊടുക്കുക. അതുപോലെ നമ്മൾ താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ബ്ലെൻഡിങ് മോഡ് ഉണ്ടാവും, അതൊന്ന് നമ്മൾ മൾട്ടിപ്ലൈ ആക്കി കൊടുക്കുക. സോ ഇതായിരിക്കും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമ്മൾ എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക, കളർ ആൻഡ് ലൈറ്റിൽ എക്സ്പോഷർ ആൻഡ് ഗാമ ഒന്ന് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു എക്സ്പോഷർ വന്ന് അത്യാവശ്യം നല്ല എക്സ്പോഷർ ഉണ്ടെങ്കിൽ ആ ഒരു രീതി കൊടുക്കുക. ഓക്കെ, അതായത് നിങ്ങളുടെ ക്ലിപ്പിനനുസരിച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ ഇപ്പോൾ വന്നൊരു 0.4 ആണ് കൊടുക്കുന്നത്. ദെൻ അടുത്തത് നമുക്ക് സാച്ചുറേഷൻ ആണ് ആഡ് ചെയ്യേണ്ടത്. അഗെയിൻ ആഡ് എഫക്ട്സ്, കളർ ആൻഡ് ലൈറ്റിൽ നമ്മളിവിടെ താഴേക്ക് വന്നാൽ സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ഉണ്ടാവും. സോ നിങ്ങൾക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണിലേക്കാണ് പോകേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊണ്ടുപോകുക. ഒരു അത്യാവശ്യം കളർ ടൂൺ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊണ്ടുപോകുക. ഞാൻ ഇപ്പോൾ ഒരു കളർ ടൂൺ നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് +10 ആണ് കൊടുക്കുന്നത്, വൈബ്രൻസ് നമ്മൾ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. ദെൻ നമ്മൾ അഗെയിൻ ആഡ് എഫക്ട്സ്, ബ്ലറിലേക്ക് വരിക. ഇവിടെ നമുക്ക് മോഷൻ ബ്ലർ ആണ്, സോറി മോഷൻ ബ്ലർ അല്ല, നമുക്ക് ഷാർപ്പൻ ആണ് ആഡ് ചെയ്യേണ്ടത്. ഷാർപ്പൻ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്യുക. ഇവിടെ ഷാർപ്പൻ്റെ വാല്യൂ വന്ന് നമ്മളൊരു 0.08ലേക്ക് സെറ്റ് ചെയ്യുക. റേഡിയസ് ഒന്ന് ഇതുപോലെ ഫുൾ ആക്കി കൊടുക്കുക. ഓക്കെ, നമ്മൾ ബാക്ക് വരിക. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ലെയർ എന്ന് പറയുന്നത്. സോ നമ്മൾ ടോട്ടൽ 3 ലെയേഴ്സ് ആണ് എടുക്കുന്നത്. സോ നമുക്ക് രണ്ടാമത്തെ ലെയർ എടുക്കാം. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക, എഫക്ട്സ്, ആഡ് എഫക്ട്സ്. ഫസ്റ്റ് നമ്മൾ എപ്പം ചെയ്യുന്ന പോലെ കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ദെൻ നമ്മൾ അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക, സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ആഡ് ചെയ്യുക. ഇവിടെ സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് വന്ന് നമ്മൾ -100ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിലേക്ക് വരിക, കളർ ആൻഡ് ലൈറ്റിൽ വരിക. നമ്മളിവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇൻവേർട്ട് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ടാവും, അതാണ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത്. സോ അതായത് ഈ ഒരു എഫക്റ്റ്, സോ ഈ ഒരു എഫക്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് 3 ഓൺ ആക്കി ഇടുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിലേക്ക് വരിക. ബ്ലറിൽ വന്ന ശേഷം നമ്മൾ ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ. സോ ഗോഷ്യൻ ബ്ലറിന്റെ വാല്യൂ ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഒരു 0.4ലേക്കൊക്കെ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഞാൻ ഈ ഒരു വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് നമ്മൾ ഇവിടെ ലൈറ്റ് സോറി നമ്മൾ കോൺട്രാസ്റ്റിൽ വരിക, സോഫ്റ്റ് ലൈറ്റ് സെലക്ട് ചെയ്യുക. സോ ഈ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. സോ ഇത് വന്ന് നമ്മളൊരു 50%ലേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് 100% ഉള്ളത് ഒരു 50%ലേക്ക് കറക്റ്റ് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇനി അടുത്ത നമ്മുടെ ഫൈനൽ ലെയർ ആണ്. അതിനുവേണ്ടി നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്ടാങ്കിൾ ആഡ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക, എഫക്ട്സ്, ആഡ് എഫക്ട്സ്. ഫസ്റ്റ് നമ്മൾ എപ്പം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക, സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസിൽ വരിക. സാച്ചുറേഷൻ വന്നൊരു -82ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കുറച്ച് കൊടുക്കുക, നെഗറ്റീവ് വാല്യൂയിലേക്ക് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അഗെയിൻ ആഡ് എഫക്ട്സ്, മാറ്റേ മാസ്കിൽ വരിക, വിഗ്നേറ്റ് സെലക്ട് ചെയ്യുക. വിഗ്നേറ്റ് എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിന്റെ വാല്യൂ വന്ന് നമ്മൾ നല്ല രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 65%ലേക്ക് സെറ്റ് ചെയ്യുക, ഒരു വിഗ്നേറ്റിന്റെ സൈസ് വന്ന്. അതുപോലെ നമ്മൾ താഴേക്ക് വന്നാൽ നമുക്ക് ഫെദറിന്റെ ഓപ്ഷൻ ഉണ്ടാവും. ഫെദറിന്റെ ഓപ്ഷൻ വന്ന് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, ഒരു 0.8 വരെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒരു 0.87, അതായത് 0.875 ആ ഒരു റേഞ്ചിലേക്കൊക്കെ ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് വരിക. ഇനി നമുക്കിവിടെ എഗെയിൻ ആഡ് എഫക്ട്സിൽ വരിക, നമ്മൾ ഗ്രേഡിയന്റ് ഓവറിൽ ഒന്നുകൂടെ ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ ഫസ്റ്റത്തെ കളർ വൈറ്റ്, അതായത് നേരത്തെ ആഡ് ചെയ്ത സെയിം. രണ്ടാമത്തെ കളർ ബ്ലാക്ക്. ദെൻ നമ്മളിവിടെ മൾട്ടിപ്ലൈ, നേരത്തെ എന്താണോ ആഡ് ചെയ്തത് അത് സെയിം ആഡ് ചെയ്യുക. സോ നമുക്ക് ഇതേപോലൊരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. ഇവിടെ നമ്മൾ എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക, നമ്മൾ എക്സ്പോഷർ ആൻഡ് ഗാമ എടുക്കുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്യാണ്.
അതിന്റെ വാല്യൂ നമ്മൾ കുറച്ചൊന്ന് കുറച്ചു കൊടുക്കണം. ഒരു -0.6 ആ ഒരു റേഞ്ചിലേക്ക് കറക്റ്റ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ബ്ലെൻഡിൽ വരാം. ബ്ലെൻഡിൽ വന്ന ശേഷം നമുക്ക് ഓവർലേ ആണ് കൊടുക്കേണ്ടത്. സോറി, നമ്മൾ ആ തേർഡ് ലെയർ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ കോൺട്രാസ്റ്റിൽ ഓവർലേ എന്നുള്ള ആ ഒരു ഓപ്ഷൻ, ആ ഒരു ബ്ലെൻഡ് മോഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ് ഹേസ് ഫ്ലെയർ എഫക്റ്റ് നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഫ്ലിക്കർ എഫക്റ്റ്, ബ്ലാക്ക് ഫ്ലിക്കർ എഫക്റ്റ് കൊടുക്കണമെന്ന് കൊടുക്കുക. അതൊക്കെ ഓൾറെഡി കുറേ ട്യൂട്ടോറിയൽസ് ചെയ്തുകൊണ്ടാണ് ഇതിൽ ആഡ് ചെയ്യാത്തത്. കാരണം ബേസിക് ആയിട്ട് നിങ്ങൾ ഈ ഒരു 3 ലെയേഴ്സ് ആഡ് ചെയ്യുക. ഇതിന് ശേഷം നിങ്ങൾക്ക് ഫ്ലിക്കർ വേണമെങ്കിൽ ആഡ് ചെയ്യുക, അതുപോലെ ഹേസ് ഫ്ലെയർ വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഓരോ ലെയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ബേസിക് കളർ കറക്ഷൻ ആയിട്ട് നമ്മൾ ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു 3 ലെയർ CC ആണ് ഇത് ചെയ്തിട്ടുള്ളത്. സോ എക്സ്പോർട്ടിംഗ് ടൈമും അത്യാവശ്യം കുറവായിരിക്കും, ഒരു 3 ലെയർ ആയതുകൊണ്ട്. പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു ഫ്ലിക്കർ എഫക്റ്റ് അതുപോലെ ഹേസ് ഫ്ലെയർ ഒക്കെ ചെയ്യാൻ സാധിക്കും. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.